കുവൈത്തിൽ മലയാളി ദമ്പതിമാർ പരസ്പരം കുത്തി മരിച്ചു എന്ന വാർത്ത 2 ദിവസം മുമ്പെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഈ ന്യൂസ് കണ്ടപ്പോൾ തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 2 പേർക്ക് ഇങ്ങനെ പരസ്പരം കുത്തി മരിക്കാൻ കഴിയുമോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നതും വെട്ടുന്നതും ഒക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ വരുമ്പോൾ ഇത് എത്ര പോസിബിൾ ആവും എന്നൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും കയ്യിൽ കത്തിയും പിടിച്ച് അടി കൂടുന്ന ആ രംഗങ്ങളൊന്നും ആലോചിച്ച് നോക്കി. എനിക്കെന്താ അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വിയേർഡ് ഫീലിംഗ് ആണ്. എന്തായാലും ഇപ്പോഴും ചില ദുരൂഹതകൾ നിലനിൽക്കുന്ന ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കുവൈറ്റ് മിനിസ്ട്രിയുടെ കീഴിൽ നഴ്സുമാരായി ജോലി ചെയ്യുകയായിരുന്നു സൂരജും ബിൻസിയും. ബിൻസി പ്രതിരോധ മന്ത്രാലയത്തിലും സൂരജ് ആഭ്യന്തര മന്ത്രാലയത്തിലുമായിരുന്നു ജോലി നോക്കിയിരുന്നത്. മിനിസ്ട്രിയുടെ കീഴിലുള്ള ഹോസ്പിറ്റലിലായിരുന്നു ജോലി എന്നതുകൊണ്ട് തന്നെ 2 പേർക്കും നല്ല ശമ്പളമായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല കുവൈത്തിലെ ജോലി വിട്ട് ഓസ്ട്രേലിയയിൽ പോയി അവിടെ പോയി സെറ്റിൽ ആവാൻ തീരുമാനിച്ചതായിരുന്നു 2 പേരും. 2 പേർക്കും ഓസ്ട്രേലിയയിൽ കുറച്ചും കൂടി ബെറ്റർ ആയ ശമ്പളത്തിൽ ജോലി റെഡിയായെന്ന് തോന്നുന്നു. പിന്നെ കുവൈത്തിനെ അപേക്ഷിച്ച് ഓസ്ട്രേലിയയിലെ ജീവിതവും വേറെ തന്നെ ആവല്ലോ. കുവൈത്തിൽ നിന്ന് നേരിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പ്ലാൻ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത്തവണ ഈസ്റ്ററിൽ നാട്ടിൽ വന്ന് തിരിച്ചു പോയപ്പോൾ സൂരജും ബിൻസിയും മക്കളെ കൊണ്ടുപോയിരുന്നില്ല. 1ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളാണ് ഇവർക്കുള്ളത്, ഈവ്ലിനും ഐഡനും. മക്കളും ഇവരുടെ കൂടെ കുവൈത്തിൽ തന്നെയായിരുന്നു താമസം. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ വന്ന് തിരിച്ചു പോയപ്പോൾ ഇവർ മക്കളെ ബിൻസിയുടെ വീട്ടിൽ നിർത്തുകയായിരുന്നു. ഒന്നുകിൽ മക്കൾക്ക് വെക്കേഷൻ ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയി സെറ്റിൽ ആയതിനു ശേഷം മക്കളെ കൊണ്ടുപോകാം എന്ന് കരുതി കാണും. എന്തായാലും അത് നന്നായി എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ആ മക്കളുടെ ജീവൻ ബാക്കിയായി. അമ്മയും അച്ഛനും പരസ്പരം അടി കൂടുന്നതും കുത്തിയിട്ട് മരിക്കുന്നതും ഒക്കെ കാണേണ്ടി വരുന്ന ആ മക്കളുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. എന്തായാലും അങ്ങനെ അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നും കുവൈത്തിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷമാണ് സൂരജും ബിൻസിയും മരണപ്പെടുന്നത്. കുവൈത്തിലെ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലായിരുന്നു ബിൻസിയും സൂരജും കുടുംബസമേതം താമസിച്ചിരുന്നത്. ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്നവരിൽ കൂടുതലും ഇന്ത്യക്കാരാവാനാണ് സാധ്യത. സ്വാഭാവികമായിട്ടും മലയാളികൾ തന്നെ ആയിരിക്കണം മെജോറിറ്റി. എന്തായാലും സൂരജിന്റെയും ബിൻസിയുടെയും മൃതദേഹം കണ്ടെത്തുന്നതിന്റെ തലേ ദിവസം രാത്രി ഇവരുടെ ഫ്ളാറ്റിൽ നിന്നും വഴക്ക് കൂടുന്നതിന്റെ ബഹളങ്ങളും സ്ത്രീയുടെ നിലവിളിയും കേട്ടതായി അയൽവാസികൾ പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും ഇടപെട്ടില്ല. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അപ്പത്തന്നെ ആരെങ്കിലും പോയി അവരുടെ ഫ്ളാറ്റിന്റെ വാതിൽ മുട്ടിയേനെ, വാതിൽ തുറന്നില്ലെങ്കിൽ അടിച്ചു പൊളിച്ച് അകത്ത് കടന്നേനെ അല്ലേ. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലെ കുവൈത്താണ്. ഫ്ളാറ്റിന്റെ വാതിലൊക്കെ തല്ലി പൊളിച്ച് അകത്ത് കടക്കാൻ നോക്കിയാണെങ്കിൽ അവസാനം വാതി പ്രതിയാക്കും. അതുകൊണ്ട് തന്നെ സൂരജിന്റെയും ബിൻസിയുടെയും ഫ്ളാറ്റിന്റെ വാതിൽ അടിഞ്ഞു കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയ അയൽവാസികൾ ആരും അന്ന് രാത്രി ആ വിഷയത്തിൽ ഇടപെടാൻ നിന്നില്ല. പക്ഷെ പിറ്റേ ദിവസം ഇവരുടെ ഫ്ളാറ്റിൽ നിന്നും ആളനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അയൽക്കാർ ഫ്ളാറ്റ് സെക്യൂരിറ്റിയെ വിവരം അറിയിച്ചു. സെക്യൂരിറ്റി പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് വാതിൽ മുട്ടി. പക്ഷെ ആരും വാതിൽ തുറന്നില്ല. അങ്ങനെ കോടതിയുടെ അനുമതിയോടെ പോലീസ് വാതിൽ തകർത്തു അകത്തേക്ക് കടന്നപ്പോഴാണ് ആ നടക്കുന്ന ദൃശ്യം കാണുന്നത്. ആദ്യം കണ്ടത് ബിൻസിയുടെ മൃതദേഹമായിരുന്നു. ഹാളിൽ കഴുത്തറക്കപ്പെട്ട നിലയിലായിരുന്നു ബിൻസി കിടന്നിരുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ സൂരജിന്റെ മൃതദേഹം കിടപ്പുണ്ടായിരുന്നു. 2 പേരുടെയും കയ്യിൽ കത്തി ഉണ്ടായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ടാണ് ദമ്പതിമാർ പരസ്പരം കുത്തി മരിച്ചു എന്ന വാർത്ത വരാൻ കാരണം. പക്ഷേ ബിൻസിയെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം സൂരജ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നൊരു വാർത്തയും അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നു. 2 പേർക്കും ഇങ്ങനെ പരസ്പരം കുത്തി മരിക്കാനൊന്നും കഴിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. 2 പേർക്കും കുത്തി ഏൽക്കുമ്പോൾ തന്നെ ബോധം പോകാനോ ക്ഷീണം വരാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മരണം വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ ആർക്കും കഴിയില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ബിൻസിയുടെ കഴുത്തറക്കപ്പെട്ടിരുന്നെന്നാണല്ലോ പറയുന്നത്. കഴുത്തറക്കപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും വീണ്ടും എഴുന്നേറ്റ് വന്ന് മറ്റാളെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബിൻസിയെ കൊന്ന് സൂരജ് ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ കാരണം. പക്ഷെ സൂരജ് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് വ്യക്തമല്ല. പിന്നെ മറ്റൊരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ മേ ബി സൂരജും ബിൻസിയും തമ്മിൽ കത്തിക്കുത്തുണ്ടായിരുന്നിരിക്കണം. സൂരജിന് ബിൻസിയിൽ നിന്ന് നല്ലോണം കുത്തേറ്റിരിക്കാം. ആ കുത്തേറ്റ സമയത്ത് തന്നെ ആയിരിക്കണം ഇയാൾ ബിൻസിയുടെ കഴുത്തറുത്തത്. അതിനുശേഷം സൂരജ് കൊഴിഞ്ഞു വീണിരിക്കാം. പിന്നീട് ബിൻസി കുത്തിയ മുറിവുകളിൽ നിന്നും അമിതമായി രക്തം വാർന്നായിരിക്കണം സൂരജ് മരിച്ചത്. പക്ഷെ അപ്പോഴും പൂർണ്ണമായ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ബാക്കിയുണ്ട്. എന്തായിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നം? ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടി ഓസ്ട്രേലിയയിലേക്ക് പോകാനിരുന്നവർ എന്തിനായിരുന്നു ഇങ്ങനെ ചെയ്തത്? പരസ്പരം കത്തിയെടുത്ത് കുത്താൻ മാത്രം രൂക്ഷമായ എന്ത് പ്രശ്നമായിരുന്നു ബിൻസിയും സൂരജും തമ്മിലുണ്ടായിരുന്നത്? നാട്ടിലുള്ള ഇവരുടെ വീട്ടുകാർക്കും അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇവരെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. മാതൃകാ ദമ്പതിമാർ എന്നൊക്കെയാണ് അയൽക്കാർ സൂരജിനെയും ബിൻസിയെയും വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർ എന്തിന് പരസ്പരം കുത്തി മരിച്ചു? പുറത്തു വരുന്ന ചില വാർത്തകൾ അനുസരിച്ച് സൂരജിനെ സംശയരോഗമാണ് ഇരുവരുടെയും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിനുമുമ്പ് ഇവരുടെ വീട്ടുകാരുടെയും അയൽവാസികളുടെയും പ്രതികരണങ്ങൾ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടോക്കാം. കൂടുതൽ വിവരങ്ങൾ മരണം നടന്നല്ലാതെ അതിനെ അവരെ വീടിനകത്ത് സംഭവം നടന്ന വീട്ടിൽ ഇവരെ കയറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെ ബോഡി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇന്നലെ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ വരെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. പോലീസ് ക്ലിയറായിട്ടൊന്നും പറയുന്നുമില്ല. അവരോട് മരണം നടന്നെന്ന് മാത്രമേ പോലീസും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. 26-നാണെന്ന് തോന്നുന്നു ഇവിടുന്ന് അവൻ തിരിച്ചു പോയത്. 23-ാം തീയതി അവൻ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവനും പിള്ളേരും വൈഫ് ഒരാഴ്ച മുമ്പ് തിരിച്ചു പോയായിരുന്നു. അവർ ഓൾമോസ്റ്റ് സമയത്ത് ഇവിടെ ഒരു മസ്തൾ ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ. ഇവിടെയൊക്കെ വരികയും എല്ലാം പങ്കെടുക്കുകയും ചെയ്തിട്ട് പോയതാണ്. ഒന്നും അങ്ങനെ ഉള്ളതായിട്ട് അറിവില്ല. അതിന് മുമ്പ് ഒരു 9:15 അവൻ വിളിച്ച് അവർ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വന്നായിരുന്നു. അപ്പം ഡ്യൂട്ടിക്ക് തിരിച്ചു വന്ന വെച്ചാൽ മിക്കവാറും എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അപ്പം 9:15 വിളിച്ച് സംസാരിച്ച് നോർമലായിട്ട് സംസാരിച്ചതാണ്. അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 2 പേര് തിരിച്ച് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് തോന്നുന്നു. അത് തിരിച്ച് വന്ന വഴിക്ക് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒന്നും അറിയാവുന്ന ഒരു കുഴപ്പങ്ങളുമില്ല. ഫൈനൽ പിള്ളേരുടെയും സൂരജിൻ്റെയും മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയാണ് ബാംഗ്ലൂരിലോട്ട് വന്നത്. 23-ാം തീയതി ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു.
അവിടുന്ന് മെഡിക്കൽ ഹോസ്പിറ്റലിൽ മെഡിക്കലെല്ലാം കഴിഞ്ഞ് 23 തീയതി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് സന്തോഷമായിട്ട് ഇവരെ കയറ്റി വിട്ടതാണ്, ബസ്സിന് കയറ്റി വിട്ടതാണ്. ഓക്കെ, സൂരജിന്റെയും ബിൻസിയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങൾ നിലവിലുണ്ട്. അതിലൊന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഓസ്ട്രേലിയയിലേക്ക് പോകുക എന്നത് ബിൻസിയുടെ ഐഡിയ ആണെന്നും സൂരജിന് അതിന് താല്പര്യമില്ലായിരുന്നു എന്നും ചിലർ പറയുന്നുണ്ട്. എന്നാൽ ആ വാദങ്ങൾ തെറ്റാണെന്ന് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് സൂരജിന്റെ ബന്ധു പറഞ്ഞത്. കാരണം ഇത്തവണ ബിൻസി ആദ്യം കുവൈറ്റിലേക്ക് പോയിരുന്നു, പിന്നീട് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് സൂരജ് പോകുന്നത്. സോ ബിൻസി പോയതിനു ശേഷം മക്കളെയും കൂട്ടി ബാംഗ്ലൂരിലേക്ക് പോയി. ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള മെഡിക്കൽ ചെക്കപ്പ് ചെയ്തത് സൂരജാണ്. അങ്ങനെയാണ് ഇപ്പോൾ ബന്ധു പറഞ്ഞത്. ഓസ്ട്രേലിയയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരാൾ എന്തായാലും മക്കളെയും കൂട്ടി മെഡിക്കൽ ചെക്കപ്പിന് പോകില്ലല്ലോ. എന്തായാലും മറ്റൊരു ബന്ധുവിന്റെ പ്രതികരണം കൂടി കേട്ടോക്കാം. 10-12 വർഷമായിട്ട് അവിടെയാണ്. അവിടെ കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് അവിടെ ജോലിയായി. അവിടെ ഈസ്റ്ററിൻ്റെ ആഴ്ചയിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കൽ ചടങ്ങുണ്ടായിരുന്നു. അത് കഴിഞ്ഞു പിന്നെ ഈസ്റ്ററിന് ഇവിടെ വന്നു. അങ്ങനെ സന്തോഷമായിട്ട് നല്ല മാതൃക ദമ്പതികളായിട്ട് ആണ് ഞങ്ങളുടെ അനുഭവത്തിലുള്ളത്. നല്ല സ്നേഹത്തിൽ കഴിഞ്ഞ ഒരു കാര്യം. ഇന്നലെ രാവിലെ അമ്മയെ വിളിച്ചു ഇന്നലെ രാവിലെ അവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടും കൂടി വരുന്ന വഴിക്ക് ഓൺ ദ വേയിൽ അമ്മയെ വിളിച്ചു. ഇവിടുത്തെ സമയം ഒരു 9-9:30 കൂടി വിളിച്ചു. വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ച് എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹത്തിൽ കഴിയുന്ന. അപ്പം അച്ഛനില്ല, അതുകൊണ്ട് അമ്മയോട് വലിയ സ്നേഹം കൂടുതലാണ്. നല്ലപോലെ നല്ല സ്നേഹത്തിൽ ഇരുന്ന കുടുംബമാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിള്ളേരായിരുന്നു സൂരജും ബിൻസി. ഞങ്ങൾ ഞെട്ടിയിട്ടാവുള്ളൂ. ഇപ്പോഴും തന്നെ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല, തീരുമാനമായിട്ടില്ല. അതിൻ്റെ പ്രോസസ്സ് ഇന്നലെ കുറേ നടന്നു. ഇനിയിപ്പം ഒരു പക്ഷെങ്കിൽ എൻ്റെ ഒരു അനിയൻ അവിടെ ഉണ്ട്. അപ്പം പറഞ്ഞത് ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ അറിയിക്കും, അതിനനുസരിച്ച് ഇവിടുത്തെ ക്രമീകരണങ്ങൾ നടത്തുള്ളൂ. അവിടെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഒന്നും പറയുന്നില്ല, പുറത്തു പറയുന്നില്ല. അവർ ഒന്നുമില്ല, സാമ്പത്തികം യാതൊരു കുഴപ്പമില്ല, നല്ല രീതിയിൽ കഴിയുന്നതാണ്. ഇപ്പം അവർ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഇരുന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞില്ലേ ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞത്. മെഡിക്കൽ എടുക്കാനായിട്ടൊക്കെ പോയതായിരുന്നു. പോകാനായിട്ട് ഇരുന്ന പിള്ളേരും എവിടെയും കൂടെ മെഡിക്കൽ എടുത്തു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂരജും ബിൻസിയും എല്ലാവരുടെ മുന്നിൽ മാതൃകാ ദമ്പതിമാരായിരുന്നു. അതുകൊണ്ടാണ് ഇവർ പരസ്പരം കുത്തി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തത്. മൂന്നാമതൊരാൾക്ക് ഇവരുടെ മരണത്തിൽ പങ്കുണ്ടാവുമോ? പക്ഷെ അങ്ങനെ ഒരു സൂചന പോലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവർക്ക് പറയാൻ മാത്രം ശത്രുക്കളുള്ളതായി അറിയില്ല. ഇവരുടെ ഫ്ളാറ്റിൽ മോഷണ ശ്രമം നടന്നതായും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. CCTV ഫുട്ടേജുകളിലൊന്നും മറ്റൊരാളുടെ സാന്നിധ്യം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇവർ പരസ്പരം കുത്തി മരിച്ചു, അതല്ലെങ്കിൽ സൂരജ് ബിൻസിയെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തു. തൽക്കാലം ഇങ്ങനെ വിശ്വസിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റു ചില ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സൂരജ് തന്നെ കൊല്ലുമെന്ന് ബിൻസി തന്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്നും, അതുപോലെ തന്നെ ഇങ്ങനെ പോയാൽ താൻ ബിൻസിയെ കൊല്ലുമെന്ന് സൂരജ് അയാളുടെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട്. അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ മാതൃകാ ദമ്പതികളാണെങ്കിലും ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പ്രധാനമായും സൂരജിന്റെ സംശയരോഗത്തെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. സൂരജിന്റെയും ബിൻസിയുടേതും പ്രണയവിവാഹമായിരുന്നു പോലും. ബിൻസിയുടേത് സാമ്പത്തികമായി ഉയർന്ന കുടുംബമാണ്, എന്നാൽ സൂരജ് പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു. ബിൻസി BSc നഴ്സിംഗ് കഴിഞ്ഞു ഡൽഹിയിൽ പോയി ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ടാണത്രേ സൂരജിനെ നഴ്സിംഗ് പഠിപ്പിച്ചത്. ശേഷം സൂരജിന് കുവൈത്തിൽ ജോലി ശരിയാക്കി കൊടുത്തത് ബിൻസിയാണെന്നും പറയുന്നുണ്ട്. ഇവർ പ്രണയിച്ചിരുന്ന കാലം തൊട്ടേ ഇയാൾക്ക് സംശയരോഗം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നാട്ടിൽ വരുമ്പോൾ ബിൻസിയും സൂരജും താമസിച്ചിരുന്ന വീടിന് സമീപത്തുള്ള ഒരാളുടെ പ്രതികരണം കൂടി കേട്ട് നമുക്ക് നിർത്താം. എത്ര വർഷമായി ഇവിടെ താമസിച്ചു വരികയായിരുന്നു? ഇവിടെ ഏകദേശം ഒരു 15 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നവരാണ്. സന്തോഷമായിട്ടും സൗഹൃദമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും വർഷത്തിലൊരിക്കൽ ഇവിടെ വരാറുണ്ട്, എൻ്റെ വീട്ടിൽ വരാറുണ്ട്. അവർ വളരെ സ്നേഹമായിട്ട് സന്തോഷമായിട്ടാണ് നാളിതുവരെ കണ്ടിട്ടുള്ളത്. സാമ്പത്തികമായിട്ടാണെങ്കിലും ഇപ്പോൾ ജോലിയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഈ അടുത്ത ദിവസം ഒരു മാസം മുമ്പാണ് ബിൻസിയും ഭർത്താവ് സൂരജും നാട്ടിൽ വന്ന് തിരികെ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളുമായി ഇവിടുന്ന് യാത്ര പറഞ്ഞ് പോയതാണ്. വിസ കിട്ടുന്ന മുറയ്ക്ക് മക്കളെയും കൂട്ടി പോകുവാനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. എന്നും കാണുമ്പോൾ സന്തോഷമായിട്ടും സ്നേഹമായിട്ട് പോകുന്നവരാണ് കാഴ്ചപ്പാടി കണ്ടിട്ടുള്ളത്. ഓക്കെ, എപ്പോ കാണുമ്പോഴും സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും പെരുമാറുന്നവരായിരുന്നു സൂരജും ബിൻസിയും എന്നുള്ളതാണ് അയൽവാസി പറയുന്നത്. അല്ലെ, ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ പോലും ഇരുവരും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു എന്നാണ് പറയുന്നത്. മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് ഓർക്കണം. എന്നും പരസ്പരം പ്രശ്നങ്ങളുള്ള ദമ്പതിമാരായിരുന്നെങ്കിൽ നാട്ടിൽ വന്നാൽ ഒരുമിച്ച് അയൽവാസിയുടെ വീട് സന്ദർശിക്കാൻ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും സൂരജും ബിൻസിയും തമ്മിൽ കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായി നടന്ന കൊലപാതകമാണോ, അതോ പെട്ടെന്നുണ്ടായ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ നടന്ന കൊലപാതകമാണോ, അതോ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടി. ആ പാവംകുട്ടികളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അച്ഛനും അമ്മയും മരിച്ചത് ചിലപ്പോൾ അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് സ്വപ്നം കണ്ടിരുന്ന മക്കളുടെ മുന്നിലേക്ക് അച്ഛന്റെയും അമ്മയുടെയും മൃതദേഹം കൊണ്ടുവരുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. തന്റെ അച്ഛനും അമ്മയും പരസ്പരം വഴക്ക് കൂടി കത്തിക്കൊണ്ട് കുത്തിയാണ് മരിച്ചതെന്ന് അറിയുമ്പോഴുള്ള ഈ മക്കളുടെ അവസ്ഥയാണ് ആലോചിക്കാൻ കഴിയാത്തത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.